ഒത്തുതീർപ്പ് കേസിന് ഇന്നാടി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടത്. വരാൻ താമസിച്ചാൽ ശവപ്പെട്ടിയും റീത്തും ബുക്ക് ചെയ്തേക്കണേ. റെഡ് അലർട്ടിന് മാച്ചിന്ന് സാരി കൊടുത്തതാടി. വരുന്ന വഴി അറിഞ്ഞത് അത് മാറി ഓറഞ്ച് അലർട്ടായെന്ന്. നാണക്കേടായി. ഈ തൈലം തേച്ച് കുളിക്കേ, മുടി കൊഴിച്ചിൽ മാറി പുതിയ മുടി കിളിർക്കും, ഉറപ്പ്. സ്കിൻ ഡോക്ടറെ വിളിച്ച് ബുക്ക് ചെയ്തത് എന്തിനാ? ചൊറിയും കുത്തിയിരിപ്പാണെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? ഏയ്, ഇത് ഡാൻസ് ടീം അല്ലെന്നേ, കുടിവെള്ളത്തിന് പോണവരാ. ചേട്ടൻ മദ്യഷാപ്പ് നടത്തുന്നത് കൊണ്ട് പാലിന് പകരം കള്ള. എന്താ, ഹാപ്പി ആയില്ലേ? കൊച്ചു കുട്ടികളുടെ ശബ്ദമാണല്ലോ നിനക്ക്. ഡേ കെയറിലല്ലേ എനിക്ക് ജോലി. മരുന്നുമായി പോയ അന്യസംസ്ഥാനക്കാര് പിടിയിലായിരുന്നോ? കഷ്ടം. ലഹരി മരുന്നാണെന്ന് മാത്രം. പെണ്ണാണെങ്കിൽ നമുക്ക് പാഞ്ചാലിന്ന് പേരിടാൻ ചേട്ടാ. എൻ്റെ അമ്മേ, അത് വേണ്ട. 5 കല്യാണം, 5 പേർക്ക് സ്ത്രീധനം. ഓ, ഞാൻ മുടിഞ്ഞത് തന്നെ. ഉത്സവം കാണാൻ വണ്ടി വിളിച്ചല്ലേ നീ പോയത്? ഇങ്ങോട്ടോ? ആവശ്യം വന്നില്ല, ആന മതയിളകി. എനിക്ക് ശത്രുക്കളെ ഇല്ല. ഒരു സുഹൃത്തിന് 100 രൂപ കടം കൊടുത്തു നോക്ക്. ആൾദൈവത്തെ കാണാനുള്ള തിക്കിലും തിരക്കിലും 100-ലേറെ പേർ മരിച്ചെന്ന്. എന്നിട്ട് മരിച്ചവരെ ഉയർത്താൻ ആ ദൈവത്തിന് കഴിഞ്ഞു. ഒന്നു തൊടാനുള്ളിൽ തീരാ മോഹം. ഇതാ സാർ അച്ചാർ. മദ്യം അപകടകാരി. അതുപോലെ മറ്റൊന്ന് പറയൂ. മതം. 5 വർഷത്തിലൊരിക്കൽ സാർ ഇങ്ങനെ കൈകൂപ്പി നിന്ന് കാര്യം സാധിക്കും. മറിച്ച് ഞങ്ങൾ 5 വർഷം മുഴുവൻ കൈകൂപ്പി നടന്നാലും കാര്യം നടത്തി തരില്ല. 10 തലയുള്ളതാരാ? രാവണൻ. ടീച്ചറെ, ഒരു സംശയം. രാവണൻ മുടിവെട്ടാൻ 10 തലക്കും കാശ് കൊടുക്കണോ? ഇതെന്താണ് ഓടിപ്പോണത്? മഞ്ഞ എലിയോ? ഓ, ഇന്നും ആ പണ്ടാര എലി വാഴക്കാപ്പത്തിന്റെ മാവേ വീണെന്നാ തോന്നണത്. ഇത് വണ്ടി അപകടമല്ല, ഫ്രാങ്ക് വീഡിയോ എടുക്കാൻ പോയ യൂട്യൂബറാ. അവസ്ഥ കണ്ടില്ലേ? അളിയ, നീ ഇന്നലെ സ്ഥാനാർത്ഥിയുടെ കൂടെ വോട്ട് പിടിക്കാൻ നടക്കണ കണ്ടല്ലോ. അങ്ങനെയല്ലേ അളിയ മോഷണം നടത്തേണ്ട വീടെല്ലാം കണ്ടുവെക്കാൻ പറ്റൂ? ബൈപ്പാസ് സർജറി എന്ന് വെച്ചാ എന്താ? സർജറി വിജയിച്ചാൽ പാസ്, അല്ലെങ്കിൽ ബൈ.